ഇത് നമ്മുടെ മാൽപീജിയ പ്ലാന്റിനെ താറാവിൻ്റെ ഷേപ്പിലാക്കിക്കുന്നതാണ്. അപ്പോൾ ഇത് ഓവറായിട്ട് വളർന്നു കണ്ട ഇങ്ങനത്തെ ശിഖരങ്ങൾ ഓവറായിട്ട് വളരുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ട ഇങ്ങനത്തെ ചില്ലകൾ ഈ വെട്ടിക്കളയുന്ന ബ്രാഞ്ച് ചിലപ്പോൾ വെച്ചതിനെ പിടിക്കും, ചിലപ്പോൾ പിടിക്കില്ല. ഇളം തണ്ടുകളാണ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. നമ്മുടെ കട്ടർ ഈ പറഞ്ഞ പോലെ കുറേ യൂസ് ചെയ്ത് ഇതിൻ്റെ മൂർച്ചയൊക്കെ പോയിട്ടുണ്ട്. എന്നാലും പടപടാന്ന് പറഞ്ഞാൽ ആവുന്നുണ്ട്. ഇളം തണ്ടുകൾ വെട്ടുമ്പോഴാണ് ചെറിയൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ആ പൊന്തി നിന്ന ഭാഗം നമ്മളിത് വെട്ടി ലെവലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ വെട്ടി നിർത്തണം. ഇനിയും ഇത് ലെവലിങ് ചെയ്യാനുണ്ട്. ഇത് താറാവാണ് സാധനം. ഇനി വെട്ടിയിട്ട സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ തട്ടി കളയണം. അപ്പോഴാണ് അതിൻ്റെ കൂടുതൽ ഭംഗിയിലേക്ക് വരുള്ളത്. ഇത് നിങ്ങൾക്കും വീട്ടിൽ ചെയ്യാവുന്നുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ചെടി വളർത്തണമെങ്കിൽ ചെയ്യാവുന്നുള്ളൂ. ഈ ചെടി ഒരെണ്ണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വെക്കണം കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ പ്ലാന്റാണ്. വലിയ പരിചരണങ്ങളൊന്നും ആവശ്യമില്ലാത്ത പ്ലാന്റാണ് മാൽപീജിയ പ്ലാന്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഇത് പുഴു കൊണ്ടിട്ടിട്ട് നോക്കിയാൽ എൻ്റെ ഇത് മാത്രമല്ല വേറെ ചെടികളൊക്കെ ഉണ്ട്. ചെടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാൽപീജിയയുടെ തന്നെ വേറെ ചെടികൾ എൻ്റെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ താറാവിൻ്റെ പൂർണ്ണമായ രൂപം. കണ്ട ഇതിൻ്റെ തല ഇതാണ്, ഇതിൻ്റെ ബോഡി കണ്ട ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കൊണ്ട് വെട്ടിക്കളയാം. കണ്ട ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വളർത്താം, അടിപൊളിയാണ്.